പെട്ടാൽ വൈകുന്നേരം ആളിൻ്റെ അടിയിൽ പലരെയും കാണും. അങ്ങനെ കണ്ടുമുട്ടിയാൽ ഈ കാണുന്ന ആളുകളെക്കാൾ ചെറിയവനാണെന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. നിന്നെ പറ്റി നീ മനസ്സിലാക്കേണ്ടത് ഇവരേക്കാളൊക്കെ നമ്മൾ ചെറിയവനാണെന്ന് മനസ്സിലാക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദുന്നൂനുൽ മിസ്രി തങ്ങളെ ഹദറത്തിലേക്ക് മൂപ്പരെ ഒരു ദർസ് നടത്തുമ്പോൾ മൂപ്പര ആ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നു. കയറി വന്നപ്പോൾ ഈ വന്ന ആൾക്ക് തോന്നി മൂപ്പരെ ദുന്നൂനുൽ മിസ്രി തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും പ്രഗത്ഭൻ. ആ നിലക്ക് അവനൊരു പൊങ്ങച്ചത്തോടു കൂടിയാണ് ആ സദസ്സിൽ അദ്ദേഹം ഇരുന്നത്. അപ്പം ദുന്നൂനുൽ മിസ്രി തങ്ങൾ അയാളെ വിളിച്ചു. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നല്ലാഹ അഖ്ഫാ സലാസൻ ഫീ സലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് സംഗതികളിൽ അള്ളാഹു ഒളിപ്പിച്ചിട്ടുണ്ട്. എന്താ ഈ മൂന്ന് സംഗതിയിൽ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്നല്ലാഹ അഖ്ഫാ ഗളബഹു ഫീ മഅസിയതിഹി. അള്ളാഹുവിനിക്കൊരാൾ ദോഷം ചെയ്താൽ അവിടെ അള്ളാഹുവിൻ്റെ ഗളബുണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ മഅസിയത്തുകളിൽ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ എനിക്ക് ചെയ്യണ ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലും അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു. വഅന്നല്ലാഹ അഖ്ഫാ വിലായതഹു ഫീ ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വലിയായി കൊണ്ട് നിശ്ചയിക്കണ ആ പദവി ഉണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലും അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ തുഹഖിറന്ന മഅസിയത്തൻ, ഒരു ദോഷത്തിനെയും നീ ചെറുതായി കാണരുത്. കാരണം എന്താ? ഫഇന്നല്ലാഹ അഖ്ഫാ ഗളബഹു ഫീഹ. ആ മഅസിയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനും ക്രോധത്തിനൊക്കെ നീ പാത്രീഭൂതനാവും. അതുകൊണ്ട് ഒരു ദോഷത്തിനെയും നീ ചെറുതായി കാണരുത്. അതുപോലെ വലാ തുഹഖിറന്ന ത്വാഅത്തൻ, ഒരു താഅത്തിനും നീ ഒരു നന്മയും നീ ചെറുതായി കാണരുത്. കാരണം എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ അഖ്ഫാ റിളാഹു ഫീഹ. അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആ നന്മയിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മനുഷ്യനെ നീ ചെറുതായി കാണണ്ട. കാരണം എന്തുകൊണ്ട്? ഫഇന്ന ഫീ ഇബാദി. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാവിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു. അപ്പം ഈ കൂടിയ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കണമാർക്ക് വലിയ തലീകെട്ട് കിട്ടിയോലോ അല്ലെങ്കിൽ വലിയ തൊപ്പിയിട്ടോലോ കൊല്ലിട്ടോലോ ഒന്നും ആയിക്കോണമെന്നില്ല. ഏറ്റവും ചെറിയ ആളുകളായിരിക്കും ചിലപ്പോൾ അവർ. നമ്മളെ കണ്ണിൽ കണ്ടാൽ അവർ നമ്മൾ വലിയ മതിപ്പും കാര്യവും ഒന്നും വെക്കാത്ത ആളുകളായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും നിലക്കുള്ള ചെറിയൊരു കിബിർ നമ്മളെ ഹൃദയത്തിലുണ്ടായിത്തീരാം. അതായത് അങ്ങനെ ഒരു മനുഷ്യർക്ക് നമ്മളാണ് വലുതായി എന്ന് തോന്നുക. അങ്ങനെ വലുതായി എന്ന് നമ്മളെ പറ്റി അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ അധപതനത്തിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മളെ ഹൃദയത്തിനെ പൂർണ്ണമായി കൊണ്ട് ശുദ്ധീകരിക്കാതെ നമ്മളിൽ നിന്ന് കുറേ ഇബാദത്തുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കൽ. ആ ഇബാദത്തുകളെ സ്വീകരിക്കാൻ അടിസ്ഥാനപരമായി അള്ളാഹു നിശ്ചയിച്ചതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. അല്ലെന്നാൽ ഒക്കെ തള്ളപ്പെടും, ഒക്കെ പൂജയായിരിക്കും. ഇപ്പം നിസ്കരിച്ചു എന്നൊക്കെ കുറേ നിസ്കരിച്ചിട്ട് പോയില്ല. ഈ നിസ്കാരം അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയുള്ള നിസ്കാരമാവണം, നല്ല നിയ്യത്തോടു കൂടിയാവണം. അപ്പോൾ ഈ നന്മകളെ പ്രേരിപ്പിക്കുന്നതായ അതിൻ്റെ പ്രേരണ ശക്തി എന്താവണം? അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം. അപ്പോൾ ഈമാനിൽ നിന്നുണ്ടായി തീർന്നാലേ ആ നന്മകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ.